തുറമുഖം നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നണികളെല്ലാം അവരുടെ അവകാശവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ പരിപാടിയിൽ സ്റ്റേജിലും നമുക്കത് കാണാം. പക്ഷെ ഒരാൾക്ക് മാത്രം അതിനൊന്നും പറ്റില്ല. സതീഷ് ചേട്ടന് ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ലല്ലോ. സതീഷ് ചേട്ടൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയില്ലെങ്കിൽ എന്താ, മുഖ്യമന്ത്രി കുടുംബത്തിനെയും കൂട്ടിപ്പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വിഴിഞ്ഞത്ത് സകുടുംബം മുഖ്യമന്ത്രി. വിഴിഞ്ഞം കമ്മീഷനിങ് തീരുമാനത്തിന് പിന്നാലെ സർക്കാരിന്റെ മേല് വിവാദത്തോട് വിവാദം. വേറൊന്നും കൊണ്ടല്ല, കയ്യിലിരിക്കൊണ്ട. ആദ്യത്തെ വിവാദം മുഖ്യമന്ത്രി കുടുംബത്തിനെയും കൂട്ടി വിഴിഞ്ഞത്ത് സന്ദർശനം നടത്തിയത്. രണ്ടാമത്തെ വിവാദം പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ആദ്യം ക്ഷണിക്കേണ്ടിരുന്നത്. ആരും പേടിക്കണ്ട, എല്ലാവർക്കും ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. തുടങ്ങിക്കോ. ആദ്യം തന്നെ കുടുംബ സന്ദർശനത്തിൽ ഇറങ്ങാം. ഇതൊക്കെ സാധാരണല്ലേ. ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അയ്യടാ, അത് വിട്. പദ്ധതി വിജയായതിൽ എല്ലാ മുന്നണികൾക്കും അവരവരുടേതായിട്ടുള്ള പങ്കിടുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. അതല്ല ചോദിക്കുന്നത്, ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയില് മുഖ്യമന്ത്രി കുടുംബത്തിനെയും കൂട്ടിയിട്ട് ടൂറ് പോയ പോലെ കാഴ്ചകളൊക്കെ കണ്ടു നടന്ന കാര്യം നാട്ടുകാർ ചോദിക്കുന്നത്. എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ? അല്ല, അത്രയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനും പങ്കെടുക്കാം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ മകളും വരാ. അതൊന്നും അത്രയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലാട്ടാ. ഭാര്യനെയും മക്കളെയും കൊണ്ട് കോൺഫറൻസ് ഹാളിൽ ഇരിക്കാൻ ഇത് പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ. എക്സിബിഷന് പോണ പോലെയാണോ വിഴിഞ്ഞത്തെ കാര്യം? പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങള്, സെക്യൂരിറ്റി അത്രയും കർശനമാക്കിയിട്ടുള്ള സമയം, വിഴിഞ്ഞത്ത് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വിത്ത് ഫാമിലി. ഇതൊക്കെ കണ്ടോണ്ടിരിക്കണ സതീഷ് ചേട്ടന്റെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇന്ന നാളെയും പ്രധാനമന്ത്രി വരുമ്പോ സാധാരണക്കാരെ മതിൽ കെട്ടി തടഞ്ഞിട്ട് എന്താ കാര്യം? അവരാരും ഒരു ലംഘനവും നടത്തുന്നവരല്ല. മുഖ്യമന്ത്രിയാ ലംഘിക്കുന്നത്. ആദ്യം വേലി കെട്ടേണ്ട മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ പ്രോട്ടോകോൾ ലംഘിക്കുന്നത്. നിങ്ങൾക്കൊക്കെ തെറ്റിപ്പോയി. ഇവിടെ മുഖ്യമന്ത്രിക്ക് പിഞ്ചു മനസ്സാണ്. കുട്ടിയോട് കളിക്കണ പോലെയാണ് വിഴിഞ്ഞത്ത് ട്രെയിനൊക്കെ നീക്കണെന്ന്. അത് കാണാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി പോയതാ, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ കപ്പലിന്റെ നീക്കങ്ങൾ അവര് നിയന്ത്രിക്കുകയാണ്. അത് സാധാരണ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു രീതിയല്ലേ, അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത്, അതല്ലാതെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അവിടെ പോയത്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറയും. എന്തിനാ വിഴിഞ്ഞത്തെ പരിപാടി ഞങ്ങളുടെ സതീഷ് ചേട്ടനെ ഒഴിവാക്കാൻ നോക്കിയത്? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന്? പൊന്നോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പൊ വ്യക്തമായല്ലോ. ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാ വരുന്നത്? നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത്. പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. അമ്പട പൊളിസ്, ഫൈനൽ രൂപം വന്നിട്ട് നിങ്ങൾ എന്തുട്ടാ ചെയ്തത്? ക്ഷണിക്കാത്ത പോലെ ഒരു ക്ഷണക്കത്ത് കൊടുത്തു. എന്ത്, എവിടെ, എങ്ങനെ, അങ്ങനെ ഒരു ഡീറ്റെയിൽസും ഇല്ല. എന്നിട്ട് അറിയാത്ത പോലെ ഇരിക്കണണ്ട. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. ഊരും പേരും ഇല്ലാത്തൊരു ക്ഷണക്കത്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ സതീഷ് ചേട്ടനെ പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? എന്തായാലും ആ പരിപാടിയുടെ പടി ചവിട്ടാൻ ഞങ്ങളുടെ സതീഷ് ചേട്ടനെ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അവഗണിച്ചതില് ഞങ്ങളുടെ സതീഷ് ചേട്ടന് ഒരു വിഷമവും ഇല്ല. വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല, അത് അവരുടെ തീരുമാനമാണ്. എനിക്ക് അതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. ചിരിക്കണം, ചിരിപ്പിക്കണം. സതീഷ് ചേട്ടന്റെ പേര് ഒഴിവാക്കിയത് അവിടെ നിക്കട്ടെ, പക്ഷെ സതീഷ് ചേട്ടന്റെ പേരില്ലാത്ത ലിസ്റ്റില് BJP നേതാവ് R ചന്ദ്രശേഖറിന്റെ പേര് വന്നത് എങ്ങനെയാ? അതിന്റെ ഒരു സാങ്കേതികത്വം നമുക്ക് മനസ്സിലാവില്ലല്ലോ. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡയസിൽ ഇരുത്തുന്നത് മൂന്നാമത്തെ തെറ്റ്.
ഇവിടെ മുഖ്യമന്ത്രി സംഘികൾക്ക് കീഴടങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നാളെ കോവളത്ത് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ വിഴിഞ്ഞത്ത് മുന്നണികളൊക്കെ അവരവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് തത്രപ്പാട് പെടുകയാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും എല്ലാ മുന്നണികളും അവകാശവാദങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ പരിപാടിയിൽ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. PK ശ്രീമതിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കിന്ന് ഒരു വാർത്ത ഇവിടെ 2 ദിവസമായിട്ട് ഉണ്ടല്ലോ. അപ്പൊ വിലക്കിന്നും വിലക്കിയില്ലാന്നും നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്താനായിട്ട് മുഖ്യമന്ത്രി എന്നെ രംഗത്ത് തോന്നുന്നുണ്ട്. ഞാൻ പറയണമെങ്കിൽ എനിക്ക് പറയുന്നൊരു തടസ്സമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എല്ലാം പറയുന്നതിന് എനിക്ക് തടസ്സമില്ല. ഞാൻ പറയാ അത് എന്താ ശരി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ വിലക്ക് സൈഡാക്കിയതിന്റെ സന്തോഷമായിരിക്കല്ലേ? തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞത് വിലക്കൊന്നുമില്ലെന്നാണ്, പക്ഷെ കാര്യങ്ങളുടെ ഒരു കിടപ്പ് അത്ര ഓക്കെ അല്ല കേട്ടോ ടീച്ചറെ. 75 വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ്. 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. അതായത് ഞാൻ മാത്രം മതി എന്ന് സാരം. ഇവിടെ ഒരു രായാവും മതിയിട്ടാ, മറ്റാരും വളരാൻ ഞങ്ങളുടെ പിണറായി സഖാവ് സമ്മതിക്കില്ല. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടമായപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു. അപ്പോൾ ശ്രീമതി ടീച്ചർ നല്ല പ്രവർത്തനമാണ് ഈ മഹിളാ രംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ നല്ല പ്രവർത്തനം ഞങ്ങളുടെ രായാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അല്ലാണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അട്രാക്ഷൻ ടീച്ചറുടെ അടുത്തേക്ക് പോലേ. അത് ഞങ്ങളുടെ CM എങ്ങനെ സഹിക്കും? സോ എപ്പോഴത്തെയും പോലെ എന്നുള്ള അസലൊരു ഒഴിവാക്കൽ നയം CM അങ്ങോട്ട് പുറത്തേക്കിറക്കി. അങ്ങനെ വരണമെങ്കിൽ എക്സംഷൻ കൊടുക്കണം. ആ എക്സംഷൻ കേരളത്തിന്റെ ഭാഗമായിട്ടല്ല, കേന്ദ്ര പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സംപ്റ്റ് ചെയ്യുകയാണ്. അതായത് ശ്രീമതി ടീച്ചറുടെ ഇവിടുത്തെ സേവനം മതി, ഇനി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചോ, ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ശശി തരൂരിന് ഓർമ്മ വരും. ശശി തരൂർ ദേശീയ നേതാവാണ്, അതുകൊണ്ട് ഇവിടെ പ്രവർത്തനം വേണ്ട, എല്ലാതും അവിടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് തരൂർജിനെ കോൺഗ്രസ് നേതാക്കൾ ഒഴിവാക്കാറില്ലേ? അതുപോലെ ഇവിടെ എല്ലാം മാത്തമാറ്റിക്സ് തന്നെ. സാധാരണഗതിയിൽ പ്രായം കഴിഞ്ഞാൽ പിന്നീടുള്ള സംഘടനാ ചുമതല നൽകുന്നില്ല. അതാണ് കാണേണ്ടത്. സംഘടനാ ചുമതല ഇല്ലാത്തതുകൊണ്ട് ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ 7 വരാനും പറ്റില്ല. ഏത് ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ സംഘടനാ ചുമതല മഹിളാ രംഗത്താണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതല എന്ന നിലക്കല്ല. നേരത്തെ അവർ കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതലയിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ 75 വയസ്സ് ബാധകമായി ആ ചുമതലയിൽ നിന്ന് മാറുന്ന നില വന്നിരിക്കുന്നു. അപ്പൊ ശ്രീമതി ടീച്ചർക്ക് വിലക്കുണ്ട് എന്ന് സാരം. ടീച്ചർക്ക് വിലക്കൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ക്യാപ്സ്യൂൾ ഇറക്കിയ ശൈലജ ടീച്ചറും ബേബി സഖാവൊക്കെ താരായി. അപ്പോ ശ്രീമതി ടീച്ചറെ മതിയായി, ഇങ്ങോട്ടേക്ക് ഒരു വരവ് വേണ്ട ഉണ്ണിയെന്ന് പറയാണ് CM. അപ്പൊ പാർട്ടിക്കകത്ത് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് മിടുക്കരാവുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. പിന്നെ ജസ്റ്റ് പിണറായി തിങ്സ്.